ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഹോണ്ട ഇന്ത്യൻ പ്രീമിയം SUV വിപണിയിലേക്ക് മടങ്ങി വരുന്നു. ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി എത്തുന്ന പുതിയ ഹോണ്ട ZR-V SUV-യുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു. പ്രീമിയം SUV വിപണിയിൽ ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങി ഹോണ്ട. പുതിയ ഹൈബ്രിഡ് SUV-യായ ഹോണ്ട ZR-V ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ പുതുക്കിയ ഹോണ്ട സിറ്റിയുടെ ലോഞ്ചിനിടെയായിരുന്നു വാഹനത്തിന്റെ അവതരണം. വില പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മോഡലായതിനാൽ 40 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. ഹോണ്ടയുടെ പതിവ് ഡിസൈൻ ശൈലിയിൽ നിന്ന് മാറിയ ആധുനിക രൂപകൽപ്പനയാണ് ZR-Vക്ക് നൽകിയിരിക്കുന്നത്. ആകൃതിയിലുള്ള LED DRL-കൾ, കറുത്ത ഗ്രിൽ, 18 ഇഞ്ച് അലോയ് വീലുകൾ, ഗ്ലോസ് ബാക്ക് ക്ലാഡിംഗ് എന്നിവ വാഹനത്തിന് കൂടുതൽ പ്രീമിയം ലുക്ക് നൽകുന്നു. ഇന്റീരിയറിലും ഫീച്ചറുകളുടെ സമൃദ്ധിയാണ്. 9 ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, പനോരമിക് സൺറൂഫ്, 12 സ്പീക്കർ ബോക്സ് സൗണ്ട് സിസ്റ്റം, വയർലെസ് ഫോൺ ചാർജർ, പവേർഡ് സീറ്റുകൾ, ആംബിയന്റ് ലൈറ്റിംഗ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 8 എയർ ബാഗുകളും ലെവൽ 2 ADAS സംവിധാനവും ലഭിക്കും. ലിറ്ററിന് 22.79 കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കരിമ്പട്ടികയിൽപ്പെടുത്തിയ AI കമ്പനിയായ ആന്ത്രോപിക്കിന്റെ സാങ്കേതികവിദ്യ വീണ്ടും ഉപയോഗിക്കാൻ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഏജൻസിക്ക് അനുമതി. ആധുനിക AI സംവിധാനങ്ങളിലെ ആശ്രയത്വം US സുരക്ഷാ ഏജൻസികൾക്ക് എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ സൂചനയായാണ് പുതിയ റിപ്പോർട്ടുകൾ വിലയിരുത്തപ്പെടുന്നത്. കരിമ്പട്ടികയിൽപ്പെടുത്തിയ AI കമ്പനിയായ ആന്ത്രോപിക്കിന്റെ സാങ്കേതികവിദ്യ വീണ്ടും ഉപയോഗിക്കാൻ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഏജൻസിയായ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിക്ക് അനുമതി നൽകി വൈറ്റ് ഹൌസ്. അഡ്വാൻസ്ഡ് AI മോഡലുകളുടെ ആവശ്യകത ഉയർന്നതോടെയാണ് പ്രത്യേക ഇളവ് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ. US സൈന്യത്തിന് നിയന്ത്രണങ്ങളില്ലാത്ത AI സേവനങ്ങൾ നൽകണമെന്ന ആവശ്യം നിരസിച്ചതിനെ തുടർന്ന് ആന്ത്രോപിക്കിനെ മുൻപ് ട്രംപ് ഭരണകൂടം കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഫെഡറൽ ഏജൻസികൾക്ക് കമ്പനിയുടെ AI ടൂളുകൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആധുനിക AI സംവിധാനങ്ങൾക്ക് ആവശ്യമായ വൻ കമ്പ്യൂട്ടിംഗ് ശേഷിയും ചിപ്പ് ക്ഷാമവും കാരണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ആന്ത്രോപിക്കിന്റെ ടൂളുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ ഉപഗ്രഹ ചിത്രങ്ങൾ, രഹസ്യ ആശയവിനിമയങ്ങൾ, സുരക്ഷാ വിവരങ്ങൾ എന്നിവ വിശകലനം ചെയ്യാൻ അമേരിക്കൻ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും AI പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നുണ്ട്. ചൈന പോലുള്ള രാജ്യങ്ങൾ AI അധിഷ്ഠിത ചാരവൃത്തി രംഗത്ത് മുന്നേറുന്ന സാഹചര്യത്തിൽ സാങ്കേതിക മേൽക്കൈ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിളിന്റെ നോട്ട്ബുക്ക് LMന് വെല്ലുവിളിയുമായി AI അധിഷ്ഠിത ഓഡിയോ ടൂളുകളുമായി സ്പോട്ടിഫൈയും ആമസോണും ഉപയോക്താക്കളുടെ നോട്ടുകളും ഡോക്യുമെന്ററികളും അടിസ്ഥാനമാക്കി പോഡ്കാസ്റ്റ് ശൈലിയിലുള്ള ഓഡിയോ സംഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ സംവിധാനങ്ങളാണ് കമ്പനികൾ അവതരിപ്പിക്കുന്നത്. സ്പോട്ടിഫൈ സ്റ്റുഡിയോ ബൈ സ്പോട്ടിഫൈ ലാബ്സ് എന്ന പരീക്ഷണാത്മക ഡെസ്ക്ടോപ്പ് ആപ്പാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉപയോക്താവിന്റെ സംഗീതം, പോഡ്കാസ്റ്റ്, ഓഡിയോ ബുക്ക്, കേൾവിശീലങ്ങൾ, കലണ്ടർ, ഇമെയിൽ, നോട്ടുകൾ തുടങ്ങിയ വിവരങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തിഗത പോഡ്കാസ്റ്റ് രൂപത്തിൽ ദിനസംഗ്രഹങ്ങൾ, ശുപാർശകൾ, ഓഡിയോ വിശദീകരണങ്ങൾ എന്നിവ സൃഷ്ടിക്കാനാകും. ഉപയോക്താവിന്റെ ആവശ്യാനുസരണം പ്രത്യേക വിഷയങ്ങളിലുള്ള AI പോഡ്കാസ്റ്റുകളും തയ്യാറാക്കാം. അതേസമയം ആമസോണിന്റെ അലക്സ പ്ലസ് സംവിധാനത്തിലും AI പോഡ്കാസ്റ്റ് ഫീച്ചർ അവതരിപ്പിച്ചു. ഉപയോക്താവ് ഒരു വിഷയം പറഞ്ഞാൽ അതിനെ അടിസ്ഥാനമാക്കി AI ഹോസ്റ്റുമാർ തമ്മിലുള്ള സംഭാഷണ രൂപത്തിലുള്ള പോഡ്കാസ്റ്റ് സൃഷ്ടിക്കാനാകും. റോം സാമ്രാജ്യം മുതൽ ഫോട്ടോഗ്രാഫി, കായികം, വിദ്യാഭ്യാസം തുടങ്ങി ഏതു വിഷയത്തിലും ഓഡിയോ എപ്പിസോഡുകൾ ഉണ്ടാക്കാമെന്നതാണ് റിപ്പോർട്ടുകൾ. ഗൂഗിളിന്റെ നോട്ട്ബുക്ക് LM ഓഡിയോ ഓവർവ്യൂസ് ഫീച്ചർ ഇതിനകം തന്നെ ഉപയോക്താക്കൾക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഉപയോക്താവ് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ, PDF-കൾ, വെബ് പേജുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി AI ഹോസ്റ്റുമാർ തമ്മിലുള്ള പോഡ്കാസ്റ്റ് ശൈലിയിലുള്ള സംഭാഷണങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ സൗകര്യം. പിന്നീട് വീഡിയോ ഓവർവ്യൂ, മൈൻഡ് മാപ്പ്, ഫ്ലാഷ് കാർഡുകൾ തുടങ്ങിയ സംവിധാനങ്ങളും ഗൂഗിൾ കൂട്ടിച്ചേർത്തു. വിവരങ്ങൾ വായിക്കുന്നതിനേക്കാൾ കേൾക്കാൻ ഉപയോക്താക്കൾ കൂടുതൽ താൽപര്യം കാണിക്കുന്ന സാഹചര്യത്തിലാണ് ടെക് കമ്പനികൾ AI അധിഷ്ഠിത ഓഡിയോ അനുഭവങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.